ഇത്രയും നാൾ ഇവര് ലേഡീസ് കാർഡ് ഇറക്കി കളിക്കുക. വിശ്വസിക്കാവോ? ഒന്ന് കേട്ട് നോക്കാതെ വിടണോ സർ? ഓഫ് കോഴ്സ് നോട്ട്. എന്തെങ്കിലും പറഞ്ഞാൽ ഉടനെ തന്നെ സ്ത്രീകളാണ് ഞങ്ങൾക്ക് നിങ്ങൾ അങ്ങനെ അത് പക്ഷേ അത് ഇവിടെ തന്നെ പൊളിച്ചടക്കിയിട്ടുണ്ട്. എന്നെ சொல்றாரு താനൊന്ന് തെളിച്ച് പറയണോ? ആ അൻസിബ എന്ന് പറഞ്ഞ കുട്ടി ലാസ്റ്റ് കയറി പറഞ്ഞ് എല്ലാവർക്കും കണ്ണ് നിറയുന്ന പോലെയാണ് ആ കുട്ടിയുടെ കാര്യങ്ങൾ പറഞ്ഞു. പാവം അയാൾ കരഞ്ഞുകൊണ്ടാ പോകുന്നത്. അതെ, ആ ട്രഷറർ പറഞ്ഞു ഞാൻ ഇതിനകത്ത് ഉത്തരവാദിത്തേക്കില്ല. അതുപോലെ തന്നെ ചാർട്ടേഡ് അക്കൗണ്ടന്റ്മാർ കൈയൊഴിഞ്ഞു, വക്കീലുമാർ കൈയൊഴിഞ്ഞു. അങ്ങനെ ഒരു കാര്യവും ചെയ്യാതെ 100 പ്രാവശ്യം ഞങ്ങൾക്ക് ഒരു പ്രാവശ്യം 15 ദിവസം കൂടി എന്താ, 25 ദിവസം കൂടി 45 ദിവസം കൂടി എന്ന് പറയുമ്പോൾ എങ്ങനെയാ അത് മുന്നോട്ട് പോവാ? അതെ, മനുഷ്യന്റെ ക്ഷമയ്ക്കൊക്കെ ഒരു അതിരുണ്ട്. You are a best performing artist. ചേട്ടന്റെ കമ്മിറ്റിയിലായിരുന്നു കണക്കിന് പ്രശ്നമെന്നാണ്. എന്റെ കമ്മിറ്റി എന്ന് പറയല്ല, ഞാൻ ഒരു അഡ്ഹോക് കമ്മിറ്റിയുടെ ഒരു ഭാഗം മാത്രമായിരുന്നു. എനിക്കൊരു കമ്മിറ്റി ഉണ്ടായിട്ടില്ല. എല്ലാം എന്റെ നെഞ്ചത്തേക്കാണല്ലോ പുണ്യാളാ. ഒരാളും ഇല്ലല്ലോ കുറ്റാരോപിതർ. നിങ്ങൾ ഒരാളെ പറയും, ശ്വേതയ്ക്ക് എന്തും പറയും. എന്താടോ നന്നാവാത്ത ആവേശം കൊണ്ട് ഓരോന്ന് വിളിച്ചു പറഞ്ഞ് തടിയേടാക്കണ്ട, പണിയെടുക്കാതെ ജീവിക്കാൻ നോക്ക്. അവരിവിടെ അതിന് മറുപടി നിങ്ങൾ അൻസിബ പറഞ്ഞ എന്താന്ന് കേട്ടാൽ മതി. ട്രഷറർ ഉണ്ണി ശിവൻ എന്താന്ന് പറഞ്ഞ നമ്മളോട് പറഞ്ഞ തന്നെ കാര്യങ്ങൾ ഒരാൾക്കും മിണ്ടാനുണ്ടായില്ലല്ലോ. ആ കുട്ടിയുടെ കാര്യം പരാതി കേൾക്കേണ്ട ആരാണ്? ശ്വേതയായിരുന്നു. നത്തിങ് ടു ഡു വിത്ത് അമ്മ എന്ന് പറയുന്ന ഒരു പ്രസിഡന്റിനെ കൊണ്ട് എങ്ങനെ ഇവിടെ സ്ത്രീകൾക്ക് കിട്ടും? അപ്പൊ ഇത്രയും സ്ത്രീകൾക്ക് തന്നെ ഇത്രയധികം ഉപദ്രവം നടത്തിക്കൊണ്ടിരുന്ന ഈ ഒരു കമ്മിറ്റി അവര് തന്നെ രാജിവെച്ചു പോവുകയാണ് ഉണ്ടായത്. ഷാജി അങ്ങനല്ലല്ലോ പറഞ്ഞത്. എന്താ പറയാ, എജൻഡ വെച്ചിട്ട് നമ്മളെ പുറത്താക്കാൻ നോക്കി. ചെറിയ വട കൊടുത്ത് വലിയ വട വാങ്ങിച്ചു പറയാണ് സെപ്റ്റംബർ 1 തൊട്ടുള്ള നമ്മൾ വന്നേല കമ്മിറ്റീന്റെ എല്ലാം കണക്ക് കറക്റ്റ് ആണ്. അതിന്റെ മുമ്പേ ബാബുരാജേട്ടൻ ചെയ്ത കമ്മിറ്റീന്റെ ഒരുപാട് കുഴപ്പങ്ങളുണ്ട്. കിട്ടിയല്ലോ, ഉത്തരം പറ. അത് ഒരു കയ്യബദ്ധം പറ്റിയതാ. അത് ഇന്ന് വരെ ഞാൻ അമ്മ സംഘടനയുടെ കാര്യങ്ങൾ പുറത്തു പറയാത്തത് ഓൺലി ബിക്കോസ് അത് നമ്മളുടെ ഒരു ചെറിയ ഒരു കാര്യം മറ്റേടത്ത് ഐഡിയ ആയിപ്പോയി. അവിടുന്നും കിട്ടി ഇവിടുന്നും കിട്ടി.